കാനഡയിലെ നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ ഫ്ലൂ വൈറസ് എന്ന് പറയുന്ന ഒരു പകർച്ച പനി കൂടി ഇവിടെ പടർന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിത് അനുഭവപ്പെടുന്നത് എവിടെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ റെഗുലർ ജോലി കൂടാതെ ഒരു പ്രൈവറ്റ് ഫാർമസിയിൽ, അതൊരു വോക്കിൻ ക്ലിനിക്കിനോട് ചേർന്നുള്ള ഫാർമസിയാണ്, ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി ശനിയാഴ്ചകളിൽ പോവാറുണ്ട്. അപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പനി, ജലദോഷം, ചുമ ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മലയാളികളും ആ കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ വൈറൽ പനി എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് ഒന്നും കുറിച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ മലയാളികൾക്ക് വളരെയധികം പരിഭവം ഉണ്ടാക്കുന്നതായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയാണല്ലോ, വൈറൽ പനിക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് കുറിച്ച് കൊടുക്കില്ല, അത് പ്രയോജനപ്പെടില്ലല്ലോ. അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റപ്പ്. ഞാനിവിടെ വന്നപ്പം ഫ്ലൂ വാക്സിൻ എടുക്കാനൊന്നും കൂട്ടാക്കിയിരുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പനി പിടിച്ചിട്ട് അത് ശരിക്ക് പോകാതെ വന്നിട്ട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റായി. ഒരിത്തിരി കൂടുതലായി. ആ ഒരു സമയത്താണ് എനിക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അത് പിന്നെ ഞാൻ എപ്പോഴും പോയിട്ട് ഈ വാക്സിൻ അവൈലബിൾ ആവുന്ന സമയത്ത്, ഒരു ഒക്ടോബർ 2ാമത്തെ ആഴ്ചയൊക്കെയാണ് ഇവിടെ വാക്സിൻ കിട്ടിത്തുടങ്ങുക. അപ്പോൾ തന്നെ ഞാൻ പോയിട്ടെടുക്കും. കാരണം ഇത് ശരീരത്തിൽ പിടിച്ച് നമുക്കൊരു പ്രതിരോധ ശക്തി കിട്ടാൻ ഒരു 2 ആഴ്ച സമയം എടുക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ പോയി അങ്ങ് എടുക്കും.